അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും നിസാമീസ് വ്ലോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് വലിയ ഒരു മഹാൻ്റെ അടുക്കിലേക്കാണ്. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ചേർത്തു പിടിക്കണമോ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ചാനലാണ്. നിങ്ങളിതൊക്കെ ഏറ്റെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ സമീപത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരക്കടുത്തുള്ള വരവൂർ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് കുട്ടി മസ്താൻ, വരവൂർ ഉപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാനുഭാവൻ്റെ സന്നിധിയിലാണ് നാം എത്തിയിട്ടുള്ളത്. വരവൂർ ഉപ്പാപ്പയെപ്പറ്റി പറഞ്ഞാൽ ആർക്കും ഇവിടെ വാതോറാതെ ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. കാരണം ബീരാൻ മൊല്ല എന്ന് പറയുന്ന ഒരു സ്വാത്വികനായ പണ്ഡിതൻ്റെ മകനാണ് മഹാനായ മുഹമ്മദ് കുട്ടി മസ്താൻ ഔലിയ വരവൂർ ഉപ്പാപ്പ. മഴയെ ധാരാളം ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആര് വന്നാലും, ആര് തൻ്റെ സമീപത്ത് വന്നാലും വരുന്നവരോട് ചോദിക്കും, മോനെ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ, പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഒന്ന് നോക്കുമോനെ. കാരണം മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴയൊന്ന് കണ്ടാൽ അത് കാണാൻ ഒരുപാട് ആശിക്കുന്ന കൊതിക്കുന്ന മഹാനാണ്. മഴ പെയ്യുമ്പോൾ ആ മഴയത്ത് ഇറങ്ങി നിൽക്കും, മഴ കൊള്ളും, ആ മഴയെ ആസ്വദിക്കും. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത്രയേറെ മഴയെ ഇഷ്ടപ്പെട്ട വലിയൊരു മഹാൻ. ആ നാട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തിനെ വിളിച്ചു വല്യാപ്പ, അതുപോലെ മസ്താൻ വല്യാപ്പ, ഇങ്ങനെയൊക്കെ മഹാനുഭാവൻ അറിയപ്പെടുകയാണ്. മസ്താൻ്റെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജന്മം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. തൻ്റെ ഉപ്പക്ക് 13 മക്കൾ ജനിച്ചു. ആ 13 മക്കളും ജന്മം കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി. ഒരു ഉപ്പക്ക്, ഒരു പിതാവിന്, ഒരു മാതാവിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം വേറെ എന്താണ്? ജനിക്കുന്ന മക്കളെല്ലാം മരണപ്പെട്ടു പോകുകയാണ്. 13 മക്കളങ്ങനെ മരിച്ചുപോയി. ഇനി എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. അങ്ങനെ ആ പാവപ്പെട്ട പിതാവ്, ആ സ്വാത്വികനായ വലിയ മഹാനായ പിതാവ്, മഹാനായ ഫരിയുദ്ദീൻ വലിയുല്ലാഹി ഖുദ്ദിസല്ലാഹു സിറഹുൽ അസീസ്, മഹാനുഭാവൻ്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട്, അവിടുത്തെ മഖ്ബറയിൽ ചെന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എനിക്ക് സ്വാലിഹായ ഒരു മകനെ നീ തരണേ അല്ലാഹ്. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി കരഞ്ഞ് 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 അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ദുആ ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ അള്ളാഹു തട്ടിക്കളയില്ല എന്ന വല്ലാത്ത ഒരു ബോധമാണ്, വല്ലാത്തൊരു അറിവാണ് ഇന്ന് കാണുന്ന വരവൂരുപ്പാപ്പ. അങ്ങനെ അതാ മഹാനുഭാവൻ രാത്രി ചെന്ന് കിടന്നുറങ്ങുന്നു. സ്വപ്നത്തിൽ കടന്നു വരുന്നു മഹാനായ ഫരീദ്ദീൻ വലിയുല്ലാഹി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനുഭാവൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്വാലിഹായ വലിയ പണ്ഡിതനായ ഒരു മകൻ ജനിക്കാൻ പോകുന്നുണ്ട്. അവിടുന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ തൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നു. അങ്ങനെ അതാ ജന്മം കൊണ്ട് 14ാമത്തെ മകനായി ജനിച്ച ആളാണ് മഹാനായ മുഹമ്മദ് കുട്ടി മസ്താൻ എന്ന് പറയുന്ന മഹാനായ വരവൂരുപ്പാപ്പ. എത്ര വലിയ അതിശയകരമായ ജന്മമാണ്! ആ ജന്മത്തിൽ തന്നെ എത്ര വലിയ ബറക്കത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അമ്പൻകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ അതേ ഒരിക്കൽ ആ വഴിയിലൂടെ, തൻ്റെ വീടിൻ്റെ സമീപത്തിലൂടെ, ആ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അതേ മുഹമ്മദ് കുട്ടി മസ്താൻ എന്നവരെ കാണുകയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ. ലാ യഅരിഫുൽ വലിയു ഇല്ലൽ വലിയു, ഒരു വലിയനല്ലാതെ ഒരു വലിയനെ
അറിയാൻ സാധിക്കില്ല എന്ന് മഹത്തുക്കൾ പറഞ്ഞതാണ്. അതേ ബീരാൻകുട്ടി മസ്താൻ ഔലിയാ ഉപ്പാപ്പാക്ക് ഈ ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി അവൻ്റെ മുഖത്തുറങ്ങിക്കിടക്കുന്ന വലിയ വിലായത്തിൻ്റെ പദവി മനസ്സിലാക്കിയ വലിയ സാത്വികനായ വലിയായ പണ്ഡിതൻ തൻ്റെ കൂടെ മുരീദായിട്ട് ഈ കുട്ടിയെ കൂട്ടുകയാണ്. കാരണം ആത്മീയ ജ്ഞാനത്തോടുള്ള അതിർവരമ്പുകളില്ലാത്ത സ്നേഹം, ആവല്ലാത്ത ദാഹം മഹാനുഭാവൻ തീർത്തു കൊടുക്കുകയാണ്. അങ്ങനെ ശൈഖ് അവറുകളോടൊപ്പം ജീവിച്ചു അവിടുത്തെ മുരീദായ അവിടുന്ന് ഇൽമുകൾ പഠിച്ചു. അങ്ങനെ വലിയ വിലായത്തിൻ്റെ പദവിയിലേക്ക് ഉയരുകയാണ്. അങ്ങനെ തൻ്റെ ഉസ്താദ് തന്നെ അമ്പൻകുന്ന് വീരാൻ ഔലിയാ ഉപ്പാപ്പ തന്നെ മഹാനുഭാവനെ അജ്മീറിലേക്ക് വിടുകയാണ്. കാരണം അങ്ങ് അജ്മീറിൽ നിന്ന് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി ഖുദ്ദിസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കിലേക്ക് വിടണം, അവനെ എനിക്ക് വിട്ടുതരണം. അങ്ങനെ അവിടെ ചെന്ന് മഹാനുഭാവൻ്റെ മുരീദായിട്ട് സുൽത്താനുൽ ഹിന്ദിൻ്റെ മുരീദായിട്ട് 10 വർഷക്കാലം അവിടെ ജീവിച്ചു. മഹാനുഭാവൻ്റെ മക്ബറ ചുറ്റിപ്പറ്റി അവിടെ ഖിദ്മത്തെടുത്ത് അവിടെ 10 വർഷം ജീവിച്ചു. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോൾ മഹാനായ സുൽത്താനുൽ ഹിന്ദ് അവിടെ നിന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നീ നിൻ്റെ നാട്ടിലേക്ക് മടങ്ങണം, നാട്ടിൽ ചെന്ന് നീ സേവനം ചെയ്യണം. അവർക്ക് വേണ്ടതൊക്കെ മഹാനുഭാവന്മാർ കൊടുത്തു കഴിഞ്ഞു. വേണ്ട അറിവുകളും എല്ലാം അല്ലാഹു നൽകി. വരവൂരുപ്പാപ്പ തൻ്റെ നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുകയാണ്. അങ്ങനെ നാട്ടിലെത്തി നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിനെ സ്വീകരിച്ചു. വല്ലാത്ത സ്വീകരണം. കാരണം അവിടുന്ന് വലിയാണെന്ന് അവിടുത്തെ കറാമത്തിലൂടെ ആളുകൾ മുഴുവൻ അറിഞ്ഞു. ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും അതാ മഹാനുഭാവൻ്റെ സന്നിധിയിൽ വരുന്നു. വിഷമങ്ങൾ പറയുന്നു, സങ്കടങ്ങൾ പറയുന്നു, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു, അല്ലാഹു സുഖപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളുകളാണ് മഹാനുഭാവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടത്. നമ്മളവിടുത്തെ ഉറൂസിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചാക്കരിയുമൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ അതൊക്കെ കൊണ്ടുപോകുന്നത് അവിടുത്തെ ഹിന്ദുക്കളാണ്. അവിടെ വല്ലാതെ ഖാദിമീങ്ങളായിട്ട് അതേ മഹാനുഭാവന് വേണ്ടി ഖിദ്മത്തെടുക്കുകയാണ്. കാരണം അവർക്കൊക്കെ അത്ര വലിയ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ മഹാൻ. ഈ മഹാനിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റട്ടെ. സിയാറത്ത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ ഇവിടെ ചെല്ലണം, സിയാറത്ത് ചെയ്യണം, അവരുടെ റിളാ വാങ്ങണം, അവരുടെ പൊരുത്തം വാങ്ങണം. ഇവരൊക്കെ എത്ര വലിയ ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് ആ മഹാനുഭാവൻ്റെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കാലടിയിലുള്ള ഹുസൈൻ ഹാജിയുണ്ട്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ വരവൂരുപ്പാപ്പ ഇവിടെ താമസിക്കുന്ന സമയത്ത് ജനങ്ങളോട് പറഞ്ഞു, എന്നെ കാണാൻ വേണ്ടി പണച്ചാക്കുമായിട്ടൊരു മനുഷ്യൻ വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ കാലടി മൂസ ഹാജി അവരെ ചെന്ന് കണ്ടു. വെറുതെ കൈമുത്തിപ്പോന്നു. പിന്നീട് ഒരു തവണ പോയി, അപ്പോഴും കൈമുത്തിപ്പോന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് വരവൂരുപ്പാപ്പ പറഞ്ഞു, ആ ആളാണ് എന്നെ കാണാമെന്ന കൈ നിറയെ പൈസുള്ള വലിയ പണച്ചാക്കുള്ള മനുഷ്യൻ. അങ്ങനെ മൂന്നാമതും കുറേ നാളുകൾക്ക് ശേഷം മഹാനുഭാവനെ കാണാൻ ചെന്നപ്പോൾ അവിടുന്ന് കുടിച്ച ചായയുടെ അല്പം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ അത് കുടിക്കണം. അങ്ങനെ അദ്ദേഹം അത് കുടിച്ചു. അത് കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോവൽ വളരെ വിരളമാണ്. പിന്നെ മഹാനുഭാവന് വരവൂരുപ്പാപ്പാക്ക് ഹാദിമായിട്ട് അവിടുത്തെ മുരീദായിട്ട് കൂടുകയും അവിടുത്തെ എല്ലാ പൊരുത്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ എല്ലാം കൊടുത്തു. അദ്ദേഹം മഹാനായ വരവൂരുപ്പാപ്പ വഫാത്തായി കഴിഞ്ഞപ്പോൾ അപ്പുപ്പാപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം ഈ മഹത്തായ ഈ മഖാമ് മുഴുവൻ നിർമ്മിച്ചു കൊടുത്തത് ആ വലിയ മഹാനാണ്, ഹാജിയാണ്. അവരുടെ മകനും പിന്നീട് മഹാനവറുകളുടെ മുരീദായിട്ട് കൂടി അവരൊക്കെ ഇവിടെ വലിയ സേവനങ്ങൾ ചെയ്തവരാണ്. വരുന്ന ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കാനും അവർക്ക് ഖിദ്മത്തെടുക്കാനൊക്കെ നിന്ന ആളുകളാണ്. അതുകൊണ്ട് അവരൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു
ആ മഹാനുഭാവൻ്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ മദദ് നുസ്രത്ത് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ സിയാറത്ത് ചെയ്ത സമയത്ത് ഈ കാലടി ഹുസൈൻ ഹാജിയുടെ മകളെ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ഉസ്താദ് അവരെ വിളിച്ച് പ്രത്യേകം പറയുകയും ഉപ്പാപ്പയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ വെറുതെ മടക്കാൻ പാടില്ല, പ്രത്യേകം ഞങ്ങളുടെ കാര്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ അന്നതാ സ്വലാത്തിൻ്റെ ദിവസമാണ്. സ്വലാത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പതിവില്ലാത്ത രൂപത്തിൽ വരവൂരുപ്പാപ്പയുടെ പേരക്കുട്ടി അവിടുത്തെ മകൻ്റെ മകൻ ആ സ്വലാത്തിൽ വന്നു. സ്വലാത്തിൽ വന്നെന്ന് മാത്രമല്ല, അതേ ഞങ്ങൾക്കെല്ലാവർക്കും നേരിട്ട് അദ്ദേഹത്തിനെ കാണാനും കാലടിക്കാരാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ആത്മീയ ദിക്റുകളും ഒക്കെ പറഞ്ഞു തരികയും ചെയ്തു. അതാ കാലടി മൂസ ഹാജിയുടെ മകള് അവർ പ്രത്യേകം ദുആ ചെയ്തപ്പോൾ അള്ളാഹു അയച്ചതാണ്. ആ ഉപ്പാപ്പയോട് വരവൂരുപ്പാപ്പയുടെ പേരക്കുട്ടിയോട് ചോദിച്ചു, ആ ഉസ്താദ് ചോദിച്ചു, തങ്ങൾ എപ്പോഴും ഇവിടെ വരലുണ്ടോ? ഇല്ല, ഞാനങ്ങനൊന്നും വരലില്ല, ഇടയ്ക്ക് അങ്ങോട്ട് തോന്നിയപ്പോൾ പോന്നതാണ്. നിങ്ങൾ നോക്കൂ, മഹാനുഭാവനെ എത്തിച്ചു തന്നത്. വരവൂര് ഉപ്പാപ്പയുടെ പേരക്കുട്ടിയെപ്പറ്റി പറയുമ്പോൾ 363 ദിവസം അദ്ദേഹത്തിന് നോമ്പാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ദിവസം നോമ്പ് പിടിച്ച് ദിക്റുകളിനായി കഴിഞ്ഞുകൂടുന്ന വലിയൊരു മഹാനാണ്. മഹാനുഭാവനെ പോലെ തന്നെ വലിയൊരു മസ്താനാണ്. അൽഹംദുലില്ലാ, അവരൊക്കെ കാണാനും അവരുടെയൊക്കെ പൊരുത്തം സമ്പാദിക്കാനും കഴിഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ വരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അവർക്കൊക്കെ ഈ ഉപ്പാപ്പയുടെ ബറക്കത്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നൗഷാദ് ബാക്കവിയെ പോലുള്ള പ്രഭാഷകരൊക്കെ അവരൊക്കെ പ്രഭാഷണം തെളിഞ്ഞത് ഈ വരവൂര് മഖാമിനെ കൊണ്ടാണ്, ഈ മഹാനിനെ കൊണ്ടാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ റിളാ സമ്പാദിക്കാനും വേണ്ടി ശ്രമിക്കണം. തൃശ്ശൂർ ജില്ലയിലാണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രത്യേകിച്ച് എറണാകുളംകാരൊക്കെ പോകാൻ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.